ഹായ്! ഇപ്പോൾ 2026 ആദ്യത്തെ വീഡിയോ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ ഷോർട്സ് മാത്രമായിരുന്നു ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീഡിയോയും കൂടി ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് 2026 തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുക അല്ലേ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഓരോ വീഡിയോയും നമ്മൾ ലൈഫ് നടക്കുന്നത് ഓരോന്നും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പം അമ്മയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ നേരെ കിച്ചണിലോട്ടാട്ടോ ഞാൻ കയറി ചെന്നത്. അവിടെ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോറും ചിക്കൻ കറിയും പോർക്കും അതൊക്കെ അടിച്ചേറ്റ് ഞാൻ നേരെ കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നോക്കിയപ്പം അവിടെ വെറുതെ ഇരിക്കുകയാണ് അവൻ മടിയൻ. എന്നിട്ട് അവൻ്റെ മുടിയൊക്കെ വെട്ടി സുന്ദരൻ കുട്ടപ്പനായിട്ടാണ് വന്നേക്കുന്നത്. ഞാനും ഫുഡൊക്കെ കഴിച്ച് ഞാൻ റെഡിയാവാമെന്ന് വിചാരിച്ചു. അപ്പം 9:30 അവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഞാനും ചേച്ചി ഒരേ ഡ്രസ്സാട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് അപ്പം ഞാനും ഇവനും പിന്നെ അമ്മയും അമ്മയുടെ ചേച്ചിയും ഉണ്ടായി, മോളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും പേരും നടന്ന് പ്രദർശനത്തിന് പോവാട്ടോ. അപ്പോൾ അമ്മ അതേ വലിയ പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഞാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാവരും. അത് നിങ്ങൾ കരിയാക്കണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ പ്രദർശനത്തിന് വന്നിട്ടുണ്ട്. അവിടെ ബാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുടയൊക്കെ എടുത്ത് കുറേ ചേച്ചിമാർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമെന്ന് വെച്ചാൽ ആ റോഡ് കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒന്നാമത് വീടുകളൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ലൈറ്റും കൂടെ വന്നപ്പം ഒന്നും പറയാനില്ല. അപ്പം എല്ലാ വീടുകളിലും ഇങ്ങനെ നിർത്തി ഇങ്ങനെ ആണ് പോകുന്നത്. നമ്മൾ ഉത്സവത്തിനണക്കെ തന്നെ അങ്ങനെ ബാൻഡൊക്കെ കൊട്ടിയാണ് പോകുന്നത്. അപ്പം ഓരോ വീട്ടിലും പോകുമ്പോൾ പടക്കം, പത്താപ്പൂ, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളിത് കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പം ഞങ്ങൾ പ്രദർശനം അപ്പം ഞങ്ങളെ വീടെത്താറായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് അപ്പോൾ പ്രദർശനം അങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി തിരിച്ച് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ കൂടെ പോകാമെന്ന് വിചാരിച്ചു അവരുടെ. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഏട്ടനും പൊട്ടിക്കുന്നുണ്ട്, ചേച്ചിയും പൊട്ടിക്കുന്നുണ്ട്. ഇവർക്കൊന്നും പേടിയില്ല. എനിക്ക് ഈ സാധനം പണ്ടേ എനിക്ക് പേടിയായി. നമ്മുടെ എന്താ പറയുക, നമ്മളിങ്ങനെ കൈ വെച്ച് കടക്കൂലേ, ആ സാധനം എനിക്ക് ആദ്യമേ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മ പിടിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ വച്ച് തന്നിട്ടാണ് എനിക്ക് ആ ഒരു പേടി മാറിയത്. പിന്നെ എനിക്കധികം കുഴപ്പമില്ല അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മത്താപ്പൂവും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ പ്രദർശനത്തിൽ നിന്നില്ല. ഞങ്ങൾ നേരെ ഒരു ഇടവഴി ഇങ്ങനെ കയറി ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു കേട്ടോ. പള്ളി ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോഴത്തേനും ഞാൻ നേരെ ഈ പൊക്കമില്ലാത്തത് കൊണ്ടും പള്ളിയുടെ ആ സ്റ്റെപ്പിൽ ഞാൻ നേരെ ഇത് പിടിച്ചു കേട്ടോ, സ്ഥലം പിടിച്ചു. അല്ലെങ്കിൽ ഇത് എത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പരിപാടി എന്നുള്ളത് കാണാൻ പറ്റില്ല. അപ്പോൾ കുറേ ബാൻഡ് മേളക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തുള്ളലായി പാട്ടായി എന്താണെന്നറിയില്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അമ്മ പറയുന്നുണ്ട്, വാ നമുക്ക് തുള്ളാം. അമ്മ ഇങ്ങനെ തുള്ളി നിൽക്കുക, പക്ഷേ തുള്ളിയില്ല കേട്ടോ. എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഐസ്ക്രീം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ വൈകിയാണ് എണീറ്റത്. എന്ന് വെച്ചാൽ രാത്രി 1:30 കിടന്നപ്പോൾ. അപ്പോൾ അതേ ഒരാൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവനെ വിളിച്ചില്ല. അവൻ കിടന്നോട്ടെ എന്ന് വിചാരിച്ച്, എന്തിനാണ് വിളിച്ചിട്ട്, വല്ല പരിപാടിയൊന്നുമില്ല, കിടക്കട്ടെ എന്ന് വിചാരിച്ച്. നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എടുത്തില്ല ഗൈസ്, ഞാൻ മറന്നുപോയി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു, ആദ്യമായിട്ട് ആയത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ നേരെ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പം അവിടെ ആണെങ്കിൽ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ മാങ്ങയും ചക്കയും പിന്നെ ചെറിയ നമ്മളിങ്ങനെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആ ഒരു മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ്, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്നപ്പോൾ അച്ഛനും മാമനും അമ്മാമ്മയൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയും ആൻറ്റിയൊക്കെ അവിടെ പാചകത്തിൽ. അപ്പം നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസ്, എന്തായാലും ഒരുങ്ങിയൊക്കെ വന്നതാണല്ലോ. അപ്പം ഞാനും ചേച്ചിയും അമ്മയും ഒരേ ഡ്രസ്സാട്ടോ, ഒരേ ചുരിദാറാണ്, ഒരേ കളറാണ്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്താണ് മറ്റേ
കടകളിൽ ഇങ്ങനെ യൂണിഫോമായി നിൽക്കില്ല, അങ്ങനെ പോലെ തോന്നി, വെറുതെ കളിയാക്കി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കടന്ന്. ഞായറാഴ്ച സമയം 5 മണി മുതൽ 7 മണിക്ക് പള്ളിയിലേക്ക് കയറണം, അങ്ങനെയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ടോയ്സൊക്കെ കണ്ടു. പിന്നെ എൻ്റെ ഭർത്താവിന് ടോയ്സിനോട് താല്പര്യം ഉള്ളത് കൊണ്ടും ഞങ്ങൾ നേരെ തോക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് മറ്റേ എറിഞ്ഞു പൊട്ടുന്ന പടക്കമില്ലേ, അത് വാങ്ങിച്ചു. അപ്പോൾ എറിഞ്ഞു പൊട്ടുന്ന പടക്കമൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് വർക്കിൽ നിന്ന് ഞാൻ പെരുന്നാളിനാണ് പോണേ എന്ന് പറഞ്ഞപ്പം മറ്റേ മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും വാങ്ങിച്ച് നേരെ രാത്രി വരെ നിൽക്കുന്നതുകൊണ്ട് ഇത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാത്രം നടന്ന് വണ്ടി വെച്ചിട്ട് ഞാൻ തിരിച്ച് ഒറ്റയ്ക്കൊന്നും അധികം ദൂരമില്ല. അപ്പം ഞാൻ നേരെ ഒറ്റയ്ക്ക് പള്ളിയിൽ ചെന്നു. അപ്പോഴത്തേനും ഇവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പള്ളിയിൽ ആ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 4 പേരും, പിന്നെ പള്ളീൻ്റെ അകത്ത് 3-4 പേരുണ്ടായിരുന്നു. അപ്പോഴത്തേനും പ്രദർശനം ഇവിടെ തന്നെ പള്ളിയുടെ അവിടെ എത്താം. ഇപ്പം കയറൂല കേട്ടോ, ഇനി നേരെ ഇങ്ങനെ വീണ്ടും കറങ്ങും അവിടെ. അപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു പ്രദർശനത്തിന് ബാക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രദർശനമൊക്കെ ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചു പിള്ളേർ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ട് കേട്ടോ. ഈ പള്ളി പെരുന്നാളും ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ത്രില്ലല്ലേ. അപ്പം നമ്മൾ അനുമോളും കൊടയൊക്കെ ചോടി അവൾ ചിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു നാണം കുണിങ്ങാണ് ആൾ. അപ്പം അവിടുത്തെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സാരി ആയിരുന്നു, ലാവൻഡർ കളറ്. നല്ല രസമുണ്ടായിരുന്നു. ഈ സാരി ഒരേപോലത്തെ സാരിയൊക്കെ ഉടുത്തിട്ട് വരിയായിട്ട് നടക്കും, നല്ല രസമല്ലേ. അപ്പം എല്ലാവരും അങ്ങനെ പതിയെ പോയി. അപ്പോഴത്തേനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ. അമ്മ വാ കയറുമെന്ന് പറയും, പക്ഷെ അത് ഫ്രണ്ടിലാണ് അമ്മ കയറിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നോളാം എന്ന് വിചാരിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ ഇതിൻ്റെ ബാക്കിലായിട്ട് നിന്ന് ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പം ചേച്ചിയും ചേട്ടനും നടന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേനും കിച്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ നടന്ന്, കിച്ചു എറണാകുളത്ത് നിന്ന് ഞായറാഴ്ചയായിട്ട് തൃശ്ശൂരിലേക്ക് വന്നത്. അപ്പം അവനുമായിട്ട് ഞങ്ങൾ വീണ്ടും പ്രദർശനത്തിൽ നടന്നു കേട്ടോ. ഇന്നലത്തെ പോലെ ഇന്നും സെയിം തന്നെയാണ്. എല്ലാം ഉൾവഴി കൂടെ ഒന്നും നടക്കില്ല, നേരെ പള്ളിയിലേക്കാട്ടോ പോകുന്നത്. അപ്പം പള്ളിയിലേക്ക് പോകുന്ന വഴി അതേപോലെ ഇന്നലത്തെ പോലെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പള്ളി എൻ്റെ പൊന്നി വേറെ ലെവലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു പള്ളി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഇന്നലത്തെ സ്ഥലം തന്നെ പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ അവിടെ തന്നെ ചെന്ന് നിന്നു കേട്ടോ. പ്രദർശനം ഒരു 7 മണിയായപ്പോഴത്തേനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി ഇവർ ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പള്ളിയിലൊക്കെ കയറ്റി വെച്ച് ഒരു പ്രദർശനം പള്ളിയിലെ ചുറ്റും കൂടെ വെക്കും. എന്നിട്ടാണ് ഇവരിത് കയറുന്നത്. അപ്പം കയറി വരുമ്പോഴത്തേനും പരിപാടി ഇപ്പം അടുത്ത പരിപാടിയിലോട്ടാവും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോഴത്തേനും ആളുകളൊക്കെ കൂടി. പിന്നെ DJ തുടങ്ങി. ഇങ്ങനെ നമ്മൾ ലൈറ്റ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ നല്ല രസമല്ലേ അത് കാണാൻ വേണ്ടി. അപ്പോൾ അത് കുറേയൊക്കെ കണ്ട് നിന്നു കേട്ടോ. നല്ല രസം. അതിപ്പം നേരിട്ട് കണ്ട് നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്, അങ്ങനെ അത് നല്ല സൗണ്ടൊക്കെ കേൾക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും കേട്ടോ അത്. അത് കഴിഞ്ഞ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 2 പേരുടെ മത്സരമാണ്, ബാൻഡുകാരുടെ 2 ടീമിൻ്റെ മത്സരമാണ്. അതും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഇന്നലത്തെ പോലെ അധികം തുള്ളിയില്ല ആരും. നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ആരും തുള്ളാനായിട്ട് പിന്നെ കുറച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് തുള്ളി തുടങ്ങിയത്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അതിന് മുന്നേ മാമൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് എടുക്കാൻ മറന്നുപോയി ഗൈസ്, അതും എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇനി എടുക്കുന്ന വീഡിയോയിൽ ഞാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ബായ്.